അപ്പച്ചിയുടെ സുന്ദരിമോള് സോപ്പ് പതിട്ട് കളിച്ചാ? അല്ല അമ്മ വെറുതെ അലക്കുമ്പോ ഞാൻ ഇങ്ങനെ. അയ്യോടാ, നിനക്ക് നാണാവില്ലേ? എന്തിനാ നാണം? ഈ അമ്മയെ കൊണ്ട് അലക്കിക്കാനായിട്ട്. എനിക്കൊരു നാണില്ല. അപ്പൊ ചെയ്യാൻ എന്താ കുഴപ്പം? നീയേ എന്റെ ചേട്ടന്റെ മോളാ, അതെന്റെ കുഴപ്പം. അതെന്റെ കുഴപ്പമില്ലല്ലോ. ചേച്ചി അവള് പറഞ്ഞ കേട്ടില്ലേ? ചേച്ചിക്കൊന്നും പറയാനില്ലേ? അത് അവള് പറഞ്ഞത് ശരിയല്ലേ? നിന്റെ ചേട്ടന്റെ മോളായി പോയത് അവളെ തെറ്റാ? ആ, ചേച്ചി ഒറ്റ ഒരുത്തിയാണ് അവൾക്ക് വളം വെച്ച് കൊടുക്കണത്. പിന്നെ എന്റെ മക്കൾക്ക് ഞാനല്ലാതെ പിന്നെ ആരാ വളം ഇട്ട് കൊടുക്കുന്നത്? ചേച്ചി ഇങ്ങനെ വളം കൊടുത്തോണ്ടാണ് അവളിപ്പത്തെ ഊതി ഇരിക്കുന്നത്. ചേച്ചി ഇങ്ങനെ അലക്കി കഷ്ടപ്പെടുന്നത്. എന്റെ കൈക്കും കാലിനും ഒരു കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാൻ അലക്കുന്നത്. ഞാൻ അമ്മേനെ സഹായിക്കാൻ വന്നതാ. ഇങ്ങനെ കൈയും കെട്ടി നിന്നാണല്ലോ അമ്മയെ സഹായിക്കണത്. നിനക്ക് അലക്കറിയോ? എനിക്ക് അലക്കാറിയാം. ചാനും കടിക്കടി കൊച്ചെ, അന്നൊരു കാര്യം ചെയ്യ്, നീ ഇന്ന് പിടിച്ചലക്ക്. അപ്പച്ചീന്റെ ഡ്രസ് പിടിക്കേ. അതെ, നിന്റെ പ്രായത്തിലേ എന്റെ അച്ഛന്റെയും അമ്മയുടെയും നിന്റെ അച്ഛന്റെ അണ്ടർവെയറും അപ്പച്ചിയുടെ ഡ്രസ്സും ഞാനാ കഴുകിക്കൊണ്ടിരുന്ന. അതിന് ഞാൻ എന്ത് വേണം? എനിക്ക് സൗകര്യം ഇല്ലായിരുന്നു. എന്റെ അപ്പച്ചിന്റെ ഡ്രസ്സ് ഞാനല്ല കഴുകിക്കൊണ്ടിരുന്നേ. അപ്പൊ നിന്റെ അപ്പച്ചിയുടെ ഡ്രസ്സ് നീ കഴുകണം. അത് സരിത പറഞ്ഞ കാര്യ. അവളെ അപ്പച്ചിയുടെ ഡ്രസ്സ് അവൾ അലക്കി കൊടുത്തിട്ടുള്ളത്. നിന്റെ അപ്പച്ചിയല്ല അവള്, അപ്പൊ നീ അലക്കി കൊടുക്കണം. എന്റെ പട്ടി അലക്കും. നീ പട്ടിയെ കൊണ്ടോ പൂച്ച കൊണ്ടോ ആരെ കൊണ്ടോ നിങ്ങൾ അലക്കിച്ചോ, പക്ഷെ എനിക്ക് വൃത്തിക്ക് കിട്ടണം. അപ്പൊ പറഞ്ഞ പോലെ ശരി.